Hello everyone. Today we are going to start with a new chapter. The chapter name is Cell Structure and Function, Chapter 8. Welcome. ശരി. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? സെല്ലിനെ കുറിച്ചും അതിന്റെ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ സെൽ? സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? The basic structural unit of an organ, which is the cell. Cell may be compared to bricks. Bricks are assembled to make a building എന്നാണ് പറയുന്നത്. എന്താണ് ഒരു സെൽ എന്ന് പറഞ്ഞാല്? ഒരു സെൽ എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് എൻ ഓർഗൻ. ഈ സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഒരു ഓർഗൻ ഉണ്ടാവുന്നത്. അപ്പൊ ബേസിക് യൂണിറ്റ് എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ ഒരു സെല്ലാണ്. സെൽ മേ ബി കമ്പയർഡ് ടു ബ്രിക്സ്. ബ്രിക്സ് എന്ന് പറയുമ്പോൾ എന്താ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു വീട് കെട്ടിപ്പടുങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു മതിൽ കെട്ടിപ്പടുങ്ങുമ്പോൾ ആദ്യം ഒരു ബ്രിക്ക് വെക്കും, അതിന് മേലെ അടുത്തടുത്തായിട്ട് ബ്രിക്കുകൾ ഇങ്ങനെ അടുക്കി വെച്ച് അങ്ങനെയാണ്. അതേപോലെ തന്നെയാണ് സെൽ എന്ന് പറയുന്നത്. ഒരു സെല്ലിന്റെ കൂടെ വേറൊരു സെല്ല് കൂടി ചേർന്ന് അങ്ങനെ കുറെ സെല്ല് കൂടി ചേരുമ്പോൾ അതൊരു ഓർഗൻ ആവുന്നു. അങ്ങനെയുള്ള ഒരുപാട് ഓർഗൻസ് കൂടി ചേരുമ്പോൾ അതൊരു ഓർഗൻ സിസ്റ്റം ആവുന്നു. ആ ഓർഗൻ സിസ്റ്റം അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചർ യൂണിറ്റ് ഓഫ് ആൻ ഓർഗൻ. ഇനി ആരാണ് സെല്ല് ഡിസ്കവർ ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. റോബർട്ട് ഹുക്ക് ഇൻ 1665 observed slices of cork under a sample magnified device. The cork is a part of a bark of a tree. ഒരു ട്രീയുടെ ഒരു തൊലിക്കഷ്ണം പോലെയുള്ള ഒരു ഭാഗം എടുത്തിട്ട് റോബർട്ട് ഹുക്ക് എന്താ ചെയ്തത്? മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ മാഗ്നിഫൈ ചെയ്തപ്പോഴാണ് ആദ്യം സെല്ല് കണ്ടെത്തിയത്. He took thin slice of the cork and observed them under a microscope. വളരെ തിൻ ആയിട്ടുള്ളതാണ് നമ്മൾ കോക്കാണ് ആരെടുത്തത്? റോബർട്ട് ഹുക്ക് എടുത്തത്. He noticed the passionate boxes or compartment of the cork slice. These boxes appear to be like a honeycomb. ഈ എന്താണ്, തേനീച്ചയുടെ കൂട് പോലെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളത് പോലെ ഒരു ബോക്സസ് ആയിട്ടാണ് എന്ത് കണ്ടത്? ആ ഒരു പ്ലാന്റിന്റെ ട്രീ സെൽസ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. He also noticed that one box was separated from the other by the wall C portion. Hawk coined in the term cell for each box. അപ്പൊ ഒന്ന് ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് തോന്നി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ആ ഒരെണ്ണത്തിനെ എന്ത് വിളിച്ചു? സെൽ എന്ന് വിളിച്ചു. അപ്പൊ ആദ്യം ആരാ കണ്ടെത്തിയത്? റോബർട്ട് ഹുക്ക് ഇൻ 1665. ഓക്കെ. What Hooke observed as a boxes or cell in the cork were actually dead cells. ആ കണ്ട സെൽസ് എന്ന് പറയുന്നത് ജീവനില്ലാത്തതായിരുന്നു. Cell is a living organism, could be observed only after the discovery of improved microscope. ഇനി സെല്ലുകളെ നമ്മൾ മൈക്രോസ്കോപ്പ് കണ്ടെത്തിയതിനു ശേഷമാണ് ഈ സെല്ലുകളെ കുറിച്ച് നമ്മൾ പഠിക്കുവാൻ തുടങ്ങിയത്. Very little was known as about the cell of a nest cell for the next 150 years after Robert Hooke observation. Today we know a lot about cell structure and its function because they improved the microscope having high magnification. അന്ന് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മൈക്രോസ്കോപ്പിന്റെ പവർ ആണ്. അന്നത്തെക്കാളും പവർ കൂടിയ മൈക്രോസ്കോപ്പുകൾ ഇന്ന് കണ്ടെത്തിയത് കൊണ്ട് സെല്ലിന്റെ സ്ട്രക്ചറും അതിന്റെ ഫങ്ഷൻസ് ഒക്കെ എന്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. മറ്റേ സെല്ല് കണ്ടെത്തിയത് 150 ഇയേഴ്സ് മുമ്പായിരുന്നു റോബർട്ട് ഹൂക്ക്. ഓക്കെ, ഇനി നമുക്ക് സെല്ലിന്റെ സ്ട്രക്ചർ ഒക്കെ നോക്കാം. Both the bricks in a building and the cell of the living organism are the basic structural unit. ഇപ്പൊ നിങ്ങൾ അതിനകത്ത് ബ്രിക്സ് കണ്ടോ? ബ്രിക്ക് വാൾ കണ്ടോ? അത് കണ്ടോ? കല്ലുകളെ അടുക്കി വെച്ച് അതേപോലെ തന്നെയാണ് നമ്മുടെ സെല്ലും അടുക്കി വെച്ചിരിക്കുന്നത്. The building through the build a similar brick have different design, shapes and size. ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാകും? ഡിഫറെന്റ് ഡിസൈൻസ് ഉണ്ടാക്കാം, ഷേപ്സ് ഉണ്ടാക്കാം, സൈസ് ഉണ്ടാക്കാം. Similarly in the living world, organism differ from one another, but all are made up of cell. നമ്മളെല്ലാ മനുഷ്യരും അതേപോലെ മൃഗങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സെൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും ഒരേ ഷേപ്പ് ആണോ ഉള്ളത്? ഒരേ സൈസ് ആണോ ഉള്ളത്? എല്ലാവർക്കും ഡിഫറെന്റ് ഡിസൈൻസ് ആണ്, ഷേപ്സ് ആണ്, സൈസ് ആണ്. Cell in the living organism are complex living structure unlike non-living things. Okay,
ഒണിയൻ പീൽ കണ്ടോ? ഒണിയന്റെ പീൽ എടുത്തിട്ട് നിങ്ങൾ മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സെൽസ് കാണുക. ഓക്കെ. Organism show variety in cell number, shape and size. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെല്ലിന് നമ്പേഴ്സ് ഡിഫറൻസ് ആണ് ഓരോ ഓർഗാൻസത്തിലും. അതേപോലെ ഷേപ്പ് ഡിഫറെന്റ് ആണ്, സൈസ് ഒക്കെ ഡിഫറെന്റ് ആണ്. ഹ്യൂമൻ ബോഡി ഹാസ് ട്രില്യൺസ് ഓഫ് സെൽസ് വിച്ച് വേരി ഇൻ ഷേപ്പ് ആൻഡ് സൈസ്. നമുക്ക് എത്രയുണ്ട്? ട്രില്യണും മില്യണും കഴിഞ്ഞ് ട്രില്യൺ അധികം നമുക്ക് സെൽസ് ഉണ്ട്. അതിന് ഓരോന്നിനും ഓരോ ഷേപ്പും സൈസും ഒക്കെയാണ്. ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് സെൽ പെർഫോം ഈ വെറൈറ്റി ഫംഗ്ഷൻ. ഓരോ ഗ്രൂപ്പ് ഓഫ് സെൽസും ആണ്, ആ സെൽസ് ഒക്കെ ഓരോ ഗ്രൂപ്പ് ആയിട്ട് പലതരത്തിലുള്ള ഫങ്ഷൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ തരുന്നത്. ഓർഗൻസ് മെയ്ഡ് ഓഫ് മോർ ദാൻ വൺ സെൽസ് ആർ കോൾഡ് മൾട്ടി സെല്ലുലാർ. അങ്ങനെ ഒരു സെല്ലിൽ കൂടുതൽ, നമ്മളൊക്കെ ഓരോ സെല്ല് മാത്രം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരല്ല, നമുക്കൊക്കെ ട്രില്യൺ സെൽസ് ആണെന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു സെല്ലിൽ കൂടുതലുള്ള ഓർഗാൻസ് ഉള്ളവരെ നമ്മൾ മൾട്ടി സെല്ലുലാർ എന്നാണ് വിളിക്കുക. അതായത് മൾട്ടി പറഞ്ഞ മെനി, സെല്ലുലാർ പറഞ്ഞ സെല്ല്, ഓർഗാൻസ്, മൾട്ടി സെല്ലുലാർ ഓർഗാൻസ്. The number of cells being less in smaller organism does not in any way affect the functioning of the organism. Number of cells being less in small organs, ചെറിയ ഓർഗാൻസത്തിൽ സെല്ല് കുറവാണെന്ന് വിചാരിച്ചിട്ട് അവരുടെ ഫങ്ഷൻസിന് വലിയ എഫക്റ്റ് ഒന്നും ചെയ്തില്ല. അവർക്ക് സെല്ല് കുറവായതുകൊണ്ട് ഫങ്ഷന് നടക്കൂല, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. You will be surprised to know that an organism with billions of cells being life as a single cell, which is fertilized egg. The fertilized egg cell multiplies, the number of cells increases as development proceeds. Okay, ആ figure 8.3 ബിയിലും നമുക്ക് നോക്കാം. Both organisms are made up of a single cell. The single cell organism are called unicellular. Okay, അപ്പൊ നമുക്കൊരു ഫെർട്ടിലൈസ്ഡ് എഗ് സെൽ മൾട്ടിപ്ലൈ ചെയ്ത്, ഒരു സെല്ലാണ് നമ്മൾക്കറിയാം അല്ലെ, ഒരു സെല്ല് ഉണ്ടാവും, ആ സെല്ല് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഓർഗാനിസം ആയിട്ട് മാറുന്നത്. അപ്പോ അതേപോലെ ഒറ്റ സെല്ലുള്ള, ഒരു സിംഗിൾ സെല്ലുള്ള ഓർഗാനിസംസും ഉണ്ട്. ആ സിംഗിൾ സെൽ ഓർഗാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിസെല്ലുലാർ. യൂണി പറഞ്ഞ വൺ, സെല്ലുലാർ മീൻസ് സെൽ. അപ്പൊ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസും ഉണ്ട്, എന്തുണ്ട്? യൂണിസെല്ലുലാർ ഓർഗാനിസംസും ഉണ്ട്. ഓക്കെ, ഏതൊക്കെ യൂണിസെല്ലുലാർ ഓർഗാനിസം? അമീബയും പാരമീസിയും ഒക്കെ യൂണിസെല്ലുലാർ ആണ്. അവർ ഒരു ജീവിയാണ്, അവർക്ക് ആകെ എന്തേ ഉള്ളൂ? ഒരു സെല്ലേ ഉള്ളൂ. എ സിംഗിൾ സെൽഡ് ഓർഗാനിസം പെർഫോം ആറ്റ് എ നെസസറി ഫംഗ്ഷൻ ദാറ്റ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം പെർഫോം. അവർ ആ ഒരു സെല്ലും കൊണ്ട് അവരുടെ എല്ലാ ഫങ്ഷൻസും നടത്തും. നമ്മുടെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിനോ ആ ഒരു സെല്ല് മാത്രം പോരാ, ഒരുപാട് സെൽസ് വേണം. അവരെന്തൊക്കെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ട്രില്യൺ, നമ്മളിപ്പോ മനുഷ്യനെ എടുത്ത പോലെ അതേപോലെ മില്യൺ, ട്രില്യൺസ് ഒക്കെ സെൽസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും സെൽസ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഫങ്ഷൻസ് തന്നെ അവർ ഒറ്റ സെല്ലും കൊണ്ട് ചെയ്യും. എ സിംഗിൾ സെൽഡ് ഓർഗാനിസം ലൈക്ക് അമീബ ക്യാപ്ചർ ആൻഡ് ഡൈജസ്റ്റ് ഫുഡ്, റെസ്പയർ, എക്സ്ക്രീറ്റ്, ഗ്രോ ആൻഡ് റീപ്രൊഡ്യൂസ്. അമീബ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഫുഡ് എടുക്കും, അവർ ഡൈജസ്റ്റ് ചെയ്യും, ആ സെല്ലിൽ തന്നെ വെച്ചിട്ട് അതിന്ന് എക്സ്ക്രീറ്റ് ചെയ്യും, പിന്നെ അവർ വളരും, പിന്നെ അവർ റീപ്രൊഡ്യൂസ് ചെയ്യും. അതൊക്കെ നടക്കുന്നത് എന്താ? ഒരു സിംഗിൾ സെല്ലിനകത്താണ് അവർ നടക്കുന്നത്. സിംഗിൾ സെൽ ഓർഗാനിസത്തിന്റെ എക്സാമ്പിൾ ആണ് amoeba, paramecium, okay. Similar function in multicellular organisms carry out by groups of specialized cell forming different tissues. ഈ cells എല്ലാം കൂടി ചേർന്നിട്ട് എന്താവും? ടിഷ്യൂസ് ആവും. ടിഷ്യൂസ് എന്താവും? ഓർഗൻസ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഒരുപാട് ഓർഗൻസ് ഉണ്ട് അല്ലെ നമ്മുടെ ശരീരത്തിൽ, കിഡ്നി, ലിവർ, ഹാർട്ട്, അങ്ങനെ ഒരുപാട് ഓർഗൻസ് ഉണ്ട്. ആ ഓരോ ഓർഗൻസും ഓരോ സെല്ലും ആ സെല്ലുകൾ കൂടി ചേർന്ന ടിഷ്യൂസും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ സെല്ല് കൂടി ചേർന്ന ടിഷ്യൂ, ടിഷ്യൂ കൂടി ചേർന്ന എന്താവും? ഓർഗനായി മാറും. ഷേപ്സ് ഓഫ് ഷെൽ നമ്മൾ പറഞ്ഞു, സെൽസിന് എല്ലാവർക്കും ഡിഫറെന്റ് ഷേപ്സ് ആണ് ഉള്ളത്. ഹൗ ഡു യു ഡിഫൈൻ ദ ഷേപ്പ് ഓഫ് അമീബ ഇൻ ദ ഫിഗർ? അമീബയ്ക്ക് പലതരത്തിലുള്ള ഷേപ്പുകളാണ് ഉള്ളത്. ഓരോ അമീബയ്ക്കും ഓരോ ഡിഫറെന്റ് ഷേപ്പുകളാണ് ഉള്ളത്. യു മേ സേ ദാറ്റ് ദ ഷേപ്പ് അപ്പിയേഴ്സ് ഇറഗുലർ. ഇൻ ഫാക്ട് അമീബ ഹാസ് നോ ഡിഫൈൻഡ് ഷേപ്പ് ലൈക്ക് അതർ ഓർഗാൻസ്. ബാക്കി എല്ലാ ഓർഗാൻസും, ഇപ്പൊ പാരമീസിയം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഷേപ്പ് ഉണ്ടാവും. പക്ഷെ അമീബയ്ക്ക് മാത്രം എപ്പോഴും സെല്ലിന് ഡിഫറെന്റ് ഷേപ്സ് ആണുള്ളത്. അവർക്ക് ഒരു സെല്ലേ ഉള്ളത് മറക്കരുത്. It keeps on changing its shape. Amoeba അതിന്റെ shape ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. Observe the projection of varying length introducing out of the body. These are called pseudopodia. Pseudo means false, podia feet.
These projection appear as disappear the amoeba moves and feed. ഈ അമീബ മൂവ് ചെയ്യുന്നത് ഇങ്ങനെ അതിന്റെ ഷേപ്പ് ഓരോരുത്തർക്ക് ഡിഫറെന്റ് ആണ്. അതിന്റെ ആ പുറത്തുള്ള ഔട്ടർ ലെയർ ഇല്ലേ, അതിങ്ങനെ ഫ്ലെക്സ് ചെയ്യുന്ന സമയത്താണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പൊ അത് മൂവ് ചെയ്യുന്ന സമയത്ത് അതിന് പറയുന്ന സ്യൂഡോപോഡിയ എന്നാണ്. കാരണം അതിന് പ്രത്യേകിച്ച് ഷേപ്പോ ഇല്ലാത്ത പോലെ ഇങ്ങനെ ഒരുമാതിരി ഷേപ്പ് ആയിട്ട് നടക്കുന്നതാണ് അതിന് സ്യൂഡോപോഡിയ എന്ന് പറയാ. സ്യൂഡോ മീൻസ് സ്മാൾസ് ആൻഡ് പോഡിയ മീൻസ് ഫീറ്റ്. ഓക്കെ. പിന്നെ വൈറ്റ് ബ്ലഡ് സെൽസ് നമ്മുടെ ശരീരത്തിലുള്ളത്, ഹ്യൂമൻ ബോഡിയിലുള്ളത്. ഇൻ ഹ്യൂമൻ ബ്ലഡ് ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് സിംഗിൾ സെൽഡ്. അതും സിംഗിൾ സെൽഡ് ആണ്. വി ക്യാൻ ചേഞ്ച് ഇറ്റ് ഷേപ്പ്. അതിനും ഇതേ സിംഗിൾ സെൽ ആയതുകൊണ്ട് തന്നെ അതിന് ഷേപ്പ് മാറാൻ പറ്റും. ബട്ട് വൈൽ WBC ഈസ് എ സെൽ, അമീബ ഈസ് എ ഫുൾ ഫ്ലെജ്ഡ് ഓർഗാനിസം. നമ്മുടെ WBC എന്ന് പറയുന്നത് ഒരു സെല്ല് മാത്രമാണ്. പക്ഷെ അമീബ എന്ന് പറയുന്ന ഒരു സെല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഓർഗാനിസം ആണ് എന്ത്, അമീബ. അതിന് വേറെ സെല്ലുകളില്ല. പക്ഷെ നമ്മുടെ ശരീരത്തിലുള്ള ഒരു സെല്ലാണ് WBC. അത് സിംഗിൾ സെൽഡ് ആണ്. ഓക്കെ. The different shapes are related to specific function. Generally, cells are round, spherical and elongated. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് ഓരോ സെല്ലിനെ എടുത്താൽ അതിന് സെല്ലിന്റെ ഷേപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിലുണ്ട്, സ്പെരിക്കൽ ഷേപ്പിലുണ്ട്, ഇലോങ്ങേറ്റഡ് ഷേപ്പിലുണ്ട്. Some cells are long, pointed at both ends. ചിലത് ലോങ് ആണ്, രണ്ടും പോയിന്റഡ് ചെയ്തിട്ടുണ്ടാവും. ദേ എക്സിറ്റ് സ്പിൻഡിൽ ഷേപ്പ്. അതെന്ത് ഷേപ്പാണ്? സ്പിൻഡിൽ ഷേപ്പ് ആയിട്ട് മാറും. ഇനി അടുത്ത സ്പെരിക്കൽ ഷേപ്പ് എന്നൊക്കെ പറയും, സ്പിൻഡിൽ ഷേപ്പ്. സെൽസ് സംടൈംസ് ആർ ക്വൈറ്റ് ലോങ്, സം ആർ ബ്രാഞ്ച്ഡ് ലൈക്ക് നെർവ് സെൽ ഓർ ന്യൂറോൺ. ചിലത് നീണ്ടു പോകുന്ന സെൽ ഉണ്ട്, ന്യൂറോണിന്റെ സെൽസ്. ഒക്കെ ഫിഗർ കാണിച്ചു തരാം. The nerve cell receives and transfer message. Nerve cell എന്താണ് അതിന്റെ ഫംഗ്ഷൻ? They receive and transfer message, thereby helping to control the coordinate the working of different part of the body. Nerve cell നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും? നമ്മുടെ മെസ്സേജുകള്, ഇപ്പൊ നമ്മളെ ആരെയും തൊട്ട് കഴിഞ്ഞാല്, നമ്മൾ ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാല് ഒക്കെ nerve cell ആണ് നമ്മൾ ചൂടിന്റെ അടുത്ത് പോകുമ്പോൾ ചൂടാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനുള്ള ആ മെസ്സേജസ് ഒക്കെ നെർവിലേക്ക് കൊണ്ടുവന്നത്, ബ്രെയിനിലേക്ക് കൊണ്ടുവന്നത് നെർവ് സെൽസ് ആണ്. അവർ അവിടേക്ക് മെസ്സേജ് കൊടുക്കുകയും ചെയ്യും. അവിടെ നിന്ന് ബ്രെയിൻ തരുന്ന മെസ്സേജിനെ എടുത്ത് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നത് ആരാണ്? നെർവ് സെല്ലാണ്. ഓക്കെ. ഇതൊക്കെ ഓരോ സെൽസിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്ന് നോക്കിക്കേ. ഇതില് സ്പെരിക്കൽ റെഡ് ബ്ലഡ് സെൽസ് ആണ് ഈ കാണുന്നത്. സ്പെരിക്കൽ റെഡ് ബ്ലഡ് സെൽസ് ആണ് ഈ കാണുന്നത്. ഇൻ ഹ്യൂമൻ സ്പിൻഡിൽ ഷേപ്പ്ഡ് എന്ന് പറഞ്ഞില്ലേ, സ്പിൻഡിൽ ഷേപ്പ്ഡ് മസിൽ സെൽസിലാണ് കൂടുതലും ഈ ഷേപ്പിൽ സ്പിൻഡിൽ ഷേപ്പ്ഡ് കാണാം. ലോങ് ബ്രാഞ്ച്ഡ് ന്യൂറോൺ അല്ലെ, നെർവ് സെൽ, ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽസ് എന്ന് നമ്മൾ ഇതിനെ പറയും. അപ്പൊ ഓരോ സെൽസിനും ഡിഫറെന്റ് ഷേപ്സ് ആണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ളതാണ് ഇത് ഓരോന്ന്. ഓക്കെ. ഇനി അതേപോലെ തന്നെ സൈസ് ഓഫ് സെൽസ് നമ്മൾ പറഞ്ഞു. സൈസ് ഓഫ് സെൽസും എന്താണ്? ഓരോ സെല്ലിന് ഡിഫറെന്റ് സൈസ് ആണ്. The size of cells in living organism may be small as million of a meter, may be large or as a few centimeter. Size of cell of living organism may be small, വളരെ ചെറുതാണ്, as a millionth of a meter, micrometer or microscope നോക്കിയാൽ മാത്രമേ കാണുള്ളൂ അല്ലെ, അത്രയും ചെറുതാണ്. മേ ബി ലാർജ് as few centimeter, ചിലത് മാത്രം ഒരു few centimeter മാത്രമായിട്ട് ലാർജ് ആയിട്ട് നമുക്ക് കാണാറുണ്ട്. However, most of the cells are microscopic size. എന്തൊക്കെ പറഞ്ഞാൽ എന്താ? മൈക്രോസ്കോപ്പിക് സൈസിലൂടെയാണ്, മൈക്രോസ്കോപ്പിലൂടെ കാണുള്ളൂ. അപ്പൊ മൈക്രോസ്കോപ്പിക് സൈസ് ആണ്. are not visible with the unaided eye. നമ്മുടെ കണ്ണിലൂടെ കാണുവാൻ സാധിക്കുകയില്ല. They need to be enlarged and magnified by microscope. അത് വലുതാക്കി നോക്കിയാൽ മാത്രമേ കാണുള്ളൂ. The smallest cell is 0.1 to 0.5 micrometer in bacteria. ബാക്ടീരിയയുടെ സെല്ലോ വളരെ 0.1 0.5 മൈക്രോമീറ്റർ ഉള്ളൂ എന്ത്? ബാക്ടീരിയയുടെ. The largest cell measuring, ഏറ്റവും വലിയ സെല്ല് മെഷർ ചെയ്യുന്നത് 170 മൈക്രോമീറ്റർ into 130 മൈക്രോമീറ്റർ ആണ്. അത് എഗ് ഓഫ് ഓക്സ്ട്രിച്ചിനാണ്. ഓക്സ്ട്രിച്ചിന്റെ എഗിന്റെ സെല്ലാണ് ഏറ്റവും വലിയ സെല്ലായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ബാക്ടീരിയ ആണ് ഏറ്റവും ചെറിയ സെല്ല്. ഓക്കെ. ഇനി ആക്ടിവിറ്റി 2 ഒന്ന് നോക്കാം. ബോയിൽ എ hen egg. ഒരു മുട്ട എടുത്ത് പുഴുങ്ങുക. റിമൂവ് ദ ഷെല്ല് റിമൂവ് ചെയ്യുക. What do you observe? A white material surrounded yellow part. ഒരു യെല്ലോ പാർട്ടിനകത്ത് വൈറ്റ് മെറ്റീരിയൽ നമുക്ക് കാണാൻ സാധിക്കും. White material is albumin which solidifies on
ബോയിലിംഗ്. ആൽബമിൻ ആണ് എന്ത് വൈറ്റ് മെറ്റീരിയൽ, അത് ബോയിലിംഗ് ചെയ്യുന്ന സമയത്ത് സോൾഡിഫൈ ചെയ്യുന്നു. യെല്ലോ പാർട്ട് ഈസ് യോക്ക്, ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് സിംഗിൾ സെൽ. യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് എന്താ യോക്ക് ആണ്, അതൊരു സിംഗിൾ സെല്ലാണ്. ഇത് നമുക്ക് എന്ത് കാണാൻ പറ്റും, നമുക്ക് കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു സെല്ലാണ് ഇത് നമ്മുടെ മുട്ടയുടെ കാര്യം. The size of the cell has no relationship with the size of the body of an animal or part. Size ചെറുതാണെന്ന് വിചാരിച്ചിട്ട് അനിമലിന്റെ ബോഡി പാർട്ട് ബിഗ് ആണെന്ന് വിചാരിച്ചിട്ട് സൈസ് ഓഫ് ദ സെല്ല് ചെറുതുമാണെന്ന് വിചാരിച്ചിട്ട് യാതൊരു കമ്പാരിസൺ നമുക്ക് നടത്താൻ പറ്റില്ല. It is not necessary that the cell in the elephant is much bigger than those in rat. റാറ്റും എലിഫന്റും എടുത്തു കഴിഞ്ഞാൽ റാറ്റിന്റെ സെൽ സൈസും എലിഫന്റിന്റെ സെൽ സൈസും സെയിം ആയിരിക്കും. പക്ഷെ എലിഫന്റിന് ഒരുപാട് സെൽസ് ഉണ്ടാവും, റാറ്റിന് എന്താണ് ഒരുപാട് സെൽസ് കുറവായിരിക്കും. അല്ലാതെ സെല്ലിന്റെ സൈസ് വെച്ചിട്ട് നമുക്ക് അതിനെ അളക്കാൻ പറ്റില്ല. ഈ എലിഫന്റ് ബിഗ് ആയതുകൊണ്ട് അതിന്റെ സെൽ സൈസ് വലുതായിരിക്കും എന്നും റാറ്റ് ചെറുതായതുകൊണ്ട് അതിന്റെ സെൽ സൈസ് ചെറുതായിരിക്കും എന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. The size of the cell is related to its function. അതിന്റെ ഫംഗ്ഷൻ അനുസരിച്ചിട്ടാണ് സൈസ് ഓഫ് ദ സെല്ല് ഡിഫർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, nerve cell both is in the elephant and rat are long and bright. എലിഫന്റിന്റെ nerve cell റാറ്റിന്റെ nerve cell എടുത്ത രണ്ടും ഒരേപോലെ തന്നെയാണ് അതിന്റെ സൈസ് കിടക്കുന്നത്. They performing the same function, that is transferring message. അത് ഒരേ ഫംഗ്ഷനും ആണ് ചെയ്യുന്നത്, എന്താ transferring message ആണ് അതിന്റെ ഫംഗ്ഷൻ. Okay. So today I'm stopping here. Today we discussed only about the introduction part of the cell. Introduction part il nammal discovery of the cell പഠിച്ചു, cell എന്താന്ന് പഠിച്ചു, number of cells പഠിച്ചു, അതുപോലെ size ൽ different ഉണ്ട്, single cell എന്താണ്, അത് unicellular എന്താണ്, multicellular organisms എന്താണ്, shape of the cell എന്താന്ന് പഠിച്ചു, size of the cell നമ്മൾ പഠിച്ചു. Next class we can discuss cell structure and its functions. Okay, thank you.